കാശിപാതി കൽപ്പാത്തിയിൽ എന്നുള്ളത് ചെറുപ്പം മുതൽ കേൾക്കുന്നത് കൊണ്ട് തന്നെ കൽപ്പാത്തിയിൽ ഒഴുകുന്ന പുഴയെ ഞാൻ ഗംഗയായിട്ടാണ് കരുതിയേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഗംഗയെ കാണണം എന്നുള്ളത് ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ അമ്മായിമ്മയുടെ പേരും ഗംഗ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഗംഗയെ കണ്ടു കേട്ടോ. വളരെ അതിസുന്ദരിയായിട്ടാണ് ഗംഗ ഹരിദ്വാറിലൂടെയും ഋഷികേശിലൂടെയും ഒഴുകുന്നത്. ഹരിദ്വാറിൽ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ഇളകി മറിഞ്ഞൊഴുകുന്നതെങ്കിൽ ഋഷികേശ് എത്തുന്ന സമയത്ത് വളരെ ശാന്തമായിട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ സുന്ദരിയായ ഗംഗയെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുവന്നേനെ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗംഗയെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ ത്രിവേണി ഘട്ടിലുള്ള ആരതി കൂടെ കണ്ടിരുന്നു. നമുക്ക് അവിടുന്ന് തിരിച്ചു വരാൻ പോലും തോന്നില്ല കേട്ടോ. അത്രത്തോളം മനസ്സുമായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കണക്റ്റഡ് ആവും. വളരെയധികം ബ്ലെസ്സഡ് മൊമെൻ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത്. അപ്പം ശരി, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ, ടേക്ക് കെയർ.